ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് നിങ്ങൾ മലേഷ്യയിലാണ്, നമ്മളിപ്പോൾ കൊലാലംപൂരിലാണ്. മലേഷ്യയുടെ വ്ളോഗോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ആയിരിക്കില്ല കാണുന്നത്. ഇന്ന് കുറേ എനിക്കത് എത്ര നാളുകൾക്ക് ശേഷമായിരിക്കും ഇങ്ങനത്തെ ചെയ്യുന്നത്. അപ്പ ആൻഡ് സൺസ് വ്ളോഗാണ്. കാരണം പ്രിയയുടെ പാരൻസും കൂടെ നമ്മുടെ കാലിക്കറ്റ് എക്സിബിഷന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാൻ പോയിരിക്കും. അന്ന് വേദു വാസ് വെരി ടയർഡ്. കണ്ടിന്യൂസ് ആയിട്ട് 5-6 ദിവസം ഉറക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പാടായിരുന്നു. സോ ഇപ്പോൾ ഏകദേശം 12:30-1 മണിയെങ്ങാണ്ടായി. വേദു പയ്യെ എഴുന്നേറ്റ്. സോ ഐ തോട്ട് ഇന്ന് അവന് ഒരു റിലാക്സിങ് ആവട്ടെ എന്ന് വിചാരിച്ച് ഞാനും വേദു ഇവിടെ ഇരിക്കണം. സോ വളരെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിത്ത് വേദു ആയിരിക്കും കേട്ടോ ഇന്നത്തെ വ്ളോഗ്. ഇന്ന് ഫുൾ വേദുന് എന്താണ് ചെയ്യേണ്ടത് അത് മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ബ്രഷ് ചെയ്യണം. ഇത് വേദുന് ഇപ്പോഴും ഞങ്ങള് കുട്ടികളുടെ പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കുട്ടികളുടെ പേസ്റ്റ് തന്നെയാണ്. കുട്ടികളുടെ സ്പെഷ്യൽ ബ്രഷ്. അവന്റെ ഫേസ് വാഷും ബോഡി വാഷും എല്ലാം ഇപ്പൊ കുളിക്കുന്നതും രാവിലെ ഫേസ് വാഷും ഒക്കെ സെബാമേഡ് ഉപയോഗിച്ച് തന്നെയാണ് ഇപ്പൊ വർഷങ്ങളായിട്ട്. ഒന്നില്ലെങ്കിൽ സെബാമേഡ് അല്ലെങ്കിൽ മസ്തല്ല. ഇപ്പൊ ഞങ്ങൾ ഇത് രണ്ടും മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. നല്ല ഫ്രഷ് ആയി. കുറച്ച് ചൂടുവെള്ളം. ഓക്കെ, ചൂടുവെള്ളം കുടിച്ചിട്ട് ചോക്കോസ് കഴിക്കാം. ഇതിവിടെ ഫ്ലാറ്റിൽ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. സോ വളരെ പെട്ടെന്ന് നമുക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാം. ഇന്ന് ഇവിടുന്ന് അടുത്ത് തന്നെ നമുക്ക് മെട്രോ ഉണ്ട്. അപ്പൊ വേദു അമ്മയുടെ സ്കൂട്ടർ പെട്ടിയിലിരുന്ന് നമുക്ക് പുതിയ മോളിലും വേദുന് പിസ്സ കഴിക്കാനും എല്ലാം പോവാം. എന്തൊക്കെയാ വേദു ഇന്ന് വേണ്ട പറ. ഓക്കെ, ഫസ്റ്റ് പിസ്സ, ഐസ്ക്രീം. കളിക്കാൻ പോണ്ട, ചോക്ലേറ്റ്. കളിക്കാൻ പോണോ? ഓക്കെ, എല്ലാത്തിനും അപ്പൊ കൊണ്ടോ കേട്ടാ. വേദുവിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ ഇതാണ് ഇപ്പൊ ഇതൊന്ന് കൊടുക്കുന്നത്. ഇത് ആക്ച്വലി റാഗി മില്ലറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സീരിയൽസ് ആണ്. അതാണ് ഇങ്ങനത്തെ ഒരു വിയേർഡ് ഷേപ്പ്. ഭാഗ്യത്തിന് ഇതിന്റെ ടേസ്റ്റ് ഒരു ഇഷ്ടമാണ്. പാലില്ലാതെ കുടിക്കുന്നത്. മോൻ അവിടെ ഇരുന്നാണ് കഴിക്കുന്നത്. വ്യൂ ഒക്കെ കണ്ടോണ്ടോ? ട്വിൻ ടവറിന്റെ വ്യൂ ഒക്കെ കണ്ടോണ്ടാ? പിന്നെ നോക്കട്ടെ, ട്വിൻ ടവർ എവിടെ? അതെ, ഞങ്ങൾക്ക് അങ്ങോട്ട് പോണം. പോണ്ടേ നമുക്ക്? ദേ ടവർ, എൻ്റെ അകത്ത് മോള്. അത് ആരും ഉണക്കാൻ വെച്ചിരിക്കുക സോക്സ്. തൊടണ്ട, താഴെ വീഴും. റെഡി? ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പൊ അപ്പക്ക് തൊപ്പി വെച്ചാ. സോ ഞാനും വേദു റെഡി ആയി. ഇനി നമ്മൾ പ്ലാൻ എന്താ അറിയോ? ഇവിടെ നിന്ന് ടാക്സി എടുത്ത് ഇവിടെ ഒരു ബ്രാൻഡ് ന്യൂ മോള് തുടങ്ങിയിട്ടുണ്ട്. അല്ല, ടാക്സി പോയിട്ട് അതിന്റെ അകത്ത് മോൻ, എനിക്കറിയാം എന്തിനാ നടക്കുന്നതെന്ന് കേട്ടല്ല. അവനാ അമ്മയുടെ സ്കൂട്ടർ പെട്ടി എടുത്തോണ്ട് ഓടിക്കാനാ മോളിനകത്ത് നടക്കും. അപ്പൊ TRX എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞൊരു കിട്ടിലും പുതിയ മോൾ തുടങ്ങിയിട്ടുണ്ട്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് വെരി ഹോട്ട് ഔട്ട് സൈഡ്. സോ എന്തായാലും ഇൻഡോറേ രാവിലെ പറ്റുള്ളൂ. എന്താ പരിപാടി നോക്കാം, കാരണം ഭയങ്കര ട്രെൻഡിങ് ആണ് മലേഷ്യയിൽ ഈ TRX മോള്. പോവാം. ഇതാണ് വേദു ഇത്ര ഹാപ്പി. അപ്പ നമുക്ക് നടന്നു പോയാൽ മതി ഇന്ന്. ഇനിയിപ്പോ എവിടെ വേണമെങ്കിലും എത്ര രൂപ വേണമെങ്കിലും വരും. ഇനിയിപ്പോ പ്രാമിന്റെ ആവശ്യമില്ലല്ലോ. അമ്മയും മോനും ആയിരിക്കും ഇനി അടി. പട്ടപ്രാണൊന്നും വേണ്ട. ഇത്രയും കാലം വലിയ ആളെ പോലെ പ്രാമിൽ കിടന്നല്ലോ. ഇനി തിരിച്ചു നാട്ടിൽ പോയിട്ട് ഞാൻ പ്രാം എടുത്തോണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും പോവുള്ളൂ. ലിഫ്റ്റ് പ്രസ് ചെയ്തു നമ്മുടെ ടാക്സി. ആദ്യമേ പോയിട്ട് പിസ്സ കഴിക്കാം. ഓക്കെ, എന്നിട്ട് കളിക്കാൻ പോവാം. ഓക്കെ ഓക്കെ, എന്നിട്ട് ഐസ്ക്രീം, എന്നിട്ട് കളിക്കാൻ പോവാം. ചപ്പ ചപ്പൊന്നും ഇല്ല. ഞാൻ എല്ലാരോടും പറയാം എന്തായി ചപ്പ ചപ്പ. അത് പറയടാ.
ഇത് കണ്ട വേദുവിന്റെ ഡേ എന്നൊക്കെ പറഞ്ഞ ഇത് തന്നെയാണ്. സ്കാൻ ചെയ്ത് വെറുതെ ഇമെയിൽ ഐഡിയും പേരും ഇട്ട് ഡ്രൈവറെ കാർഡ് ചെയ്യുക, ഒരു കുക്കീസ് ഫ്രീ. അപ്പൊ ഇത് ഫുൾ വേദുവിന്റെ ഡേ ആണ്. എന്ത് ചെയ്യും എന്റെ അമ്മോ. ഇവിടുത്തെ ഏറ്റവും പോഷസ്റ്റ് മോളാന്ന് തോന്നുന്നു കേട്ടാ, TRX മോള്. കയറി വരുമ്പോ തന്നെ എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ്. നമുക്ക് പിന്നെ അതിനൊന്നും അല്ലല്ലോ വരുന്നത്, നമ്മള് പിസ്സ കഴിക്കാനാ വന്നത്. അതിന് ഇവിടെ കാണുമാവോ? അതോ ഇനി വല്ല മറ്റേ ഗോർഡൻ റാംസിയുടെ ഒക്കെ വലിയ വലിയ പിസ്സ പാർലേഴ്സ് മാത്രമേ ചിലപ്പോൾ കാണുള്ളൂ. എന്തായാലും ഒന്ന് പോയി ചെക്ക് ചെയ്യട്ടെ, അകമൊന്ന് കയറി കറങ്ങട്ടെ. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ വേറെ ലെവൽ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന്. പ്രിയ പറയേ ഞങ്ങൾക്കും കൂടെ വരായിരുന്നു എന്ന്. എല്ലാ സംഭവം ഉണ്ട് കേട്ടോ, എല്ലാ ഹൈ എൻഡ് മോൾസ്. പക്ഷെ അകത്ത് കയറുമ്പോൾ അൾട്രാ ലക്ഷറി ആണ്. കാരണം ഇതിനു മുമ്പ് കേരള ഏറ്റവും നല്ലൊരു മോൾ അറ്റ്ലീസ്റ്റ് ലക്ഷറി മോൾ എന്ന് തോന്നുന്നത് നമ്മുടെ ട്വിൻ ടവേഴ്സ് അടിയിലുള്ള പെവിലിയൻ മോളായിരുന്നു. ഇതിപ്പോൾ വേറെ ലെവലായി, സൂപ്പറായിട്ടുണ്ട്. ആൻഡ് ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഫുൾ ഒരു പുതുമ മൊത്തം. ഇതിന്റെ ഇടയ്ക്ക് ഏത് ഷോ കാണിക്കുന്നു കേട്ടോ. വേറെ കുട്ടികളൊക്കെ നോക്കുമ്പോൾ ഏത് വലിയ ആളെപ്പോലെ ഇതിന്റെ മുമ്പിൽ കൂടെ പോകുന്നു അല്ലേ. എന്തൊരു രസം മോള്. ഒരു ഫ്ലാറ്റ് ലേ ഔട്ടാണ്. അതെ, ബാച്ച കോഫി. അത് സിംഗപ്പൂരിൽ കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കോഫീസ്. എയർപോർട്ടിനകത്ത് കണ്ടിട്ടുണ്ട്, അത് ഇവിടെ ഉണ്ട്. ഭയങ്കര എളുപ്പമായിട്ട് നാവിഗേറ്റ് ചെയ്യാം. ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ കടയും കാണാനും പറ്റുന്നുണ്ട്. എനിക്കൊന്നും സാധാരണ ബ്രാൻഡ്സ് ഒന്നുമില്ല കേട്ടോ, എല്ലാ ലക്ഷറി ബ്രാൻഡ്സ് മാത്രമേ ഉള്ളൂ. ഇത്തെ കൂളിംഗ് ഗ്ലാസ് നോക്കുന്നത് ജെന്റിൽ മോൺസ്റ്ററിന്റെ ആണ്. ഇത് കണ്ട, ഇത് ലൈവ് ആനിമൽസിനെ പോലെ തന്നെ തോന്നുന്നു. ഞാൻ ജെന്റിൽ മോൺസ്റ്ററിന്റെ ഒരു കൂളിംഗ് ഗ്ലാസ് നോക്കുന്നുണ്ട്. ഇത് നമുക്ക് ശരിക്കും റിയൽ ആയിട്ട് തോന്നുന്നുണ്ട് അല്ല ഇത് റിയൽ. അത് നടക്കാത്തത് അത് ടയേർഡായി അവിടെ കെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ടാ. ഈ ജെന്റിൽ മോൺസ്റ്ററിന്റെ ഒരു കണ്ണാടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി പറഞ്ഞാൽ, പക്ഷെ അത് ലേഡീസിന്റെ പോലത്തെ ഇപ്പൊ യൂണിസെക്സ് ആണെങ്കിൽ അത് ഞാൻ പ്രിയക്ക് പറഞ്ഞാൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇവരുടെ ഈ ഡെക്കറേഷൻ കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഇവരെ നോട്ടീസ് ചെയ്യുന്നത്. പിന്നെ ഐ അണ്ടർസ്റ്റാൻഡ് വാല്യൂ ഫോർ മണി ബ്രാൻഡാണ്. എല്ലാം ഒരു 15,000 to 25,000 30,000 വരെ കുറേ കണ്ണാടികളൊക്കെ കിട്ടും. ചിലത് മാത്രമേ ഉള്ളൂ അബവ് 30-40 ഒക്കെ. കണ്ണുകുത്തൊന്നും പറ്റില്ല, പിന്നെ കണ്ണുകുത്താൻ പോകുന്നു. എന്തൊരു സ്ലീക്ക് ലുക്കിംഗ് ആ നോക്ക്, ഷുഗർ കോട്ടഡ് പോലെ. നല്ല രസമല്ലേ മോളിൽ കൂടെ ഇങ്ങനെ നടക്കാൻ. വേദുവിന് നടക്കും വേണ്ട, അപ്പയ്ക്ക് മാത്രം നടക്കണം. അല്ല ഇനി അപ്പ ഇരിക്കട്ടെ വേദു. ആക്ച്വലി റിമോവയുടെ ഒരു പെട്ടി വാങ്ങണമെന്നുണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഡബിൾ വരും. ഇത് 50 ആണെങ്കിൽ ഇത് ഏകദേശം 1,00,000 രൂപയുടെ കണ്ട് അടുത്ത് വരും, ചെറുതിനും കണ്ട്. പിന്നെ ഇത് മതി, പ്രിയ പറഞ്ഞു ഇതായിരിക്കും ഏറ്റവും സൗകര്യം, പ്രിയക്ക് അത്യാവശ്യമാണ്. പിന്നെ പ്രിയ ഇല്ലാത്തപ്പോൾ ഇതുപോലെ വേദമായിട്ട് കറങ്ങാലോ അല്ലേ. ആരെങ്കിലും മലേഷ്യയിലോ തായ്ലൻഡൊക്കെ പോവുകയാണെങ്കിൽ ഗാരറ്റ് പോപ്കോൺ ഒന്ന് ട്രൈ ചെയ്യാണ്. ഏറ്റവും സ്മോള് മക്കിഡേമിയ ക്രിസ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് എടുക്കണം. എക്സ്പെൻസീവ് ആയിരിക്കും, ഏറ്റവും ചെറുതൊരു 700 രൂപ വരും. പക്ഷേ ഒന്ന് തവണ ലൈഫിൽ ട്രൈ ചെയ്യേണ്ടതാണ് ഗാരറ്റ് പോപ്കോൺ. ഇത് ഫുഡ് ഹോളാണ്, പുതിയ കുറേ ഇൻ്റർനാഷണൽ ഫുഡ് ചെയിൻസ്. ആ ബോട്ട് നൂഡിൽസ് ഒക്കെ തായ്ലൻഡിലെ വളരെ പോപ്പുലർ സംഭവമാണ്. ബോട്ട് നൂഡിൽസ് ഞാൻ ഒരു വ്ളോഗ് ചെയ്യുന്നുണ്ട് തായ്ലൻഡ് പോകുമ്പോൾ. അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഹിസ്റ്ററിയാണ്, കിടിലൻ ടേസ്റ്റാണ്, ഒരു സംഭവമാണത്. അതിൻ്റെ ഒരു വ്ളോഗ് ഞാൻ ചെയ്യും തായ്ലൻഡിൽ പോകുമ്പോൾ, ഉടനെ തന്നെ പോകുന്നതായിരിക്കും. നമുക്ക് വേണ്ടത് ഇപ്പം വേണ്ടത് ഇവിടെ പിസ്സ തപ്പണം. അയ്യോ ഇന്നത്തെ തിരക്ക് നോക്ക്, 80. എന്താ ഇത്? ഷോ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തോ ചായക്കുള്ള തിരക്കാണ് ഇത്. എത്ര സ്റ്റാഫാ? എൻ്റെ ഫേവറേറ്റ് ആയതോടെ എല്ലാം ഉണ്ട് കേട്ടോ. ചുറോസ് ഉണ്ട്, ബെൻസ് കുക്കീസ് ഉണ്ട്, അത് നല്ല കിടിലൻ സോഫ്റ്റ് കുക്കീസാണ്. എങ്ങനെ വേദു ഇതൊക്കെ അറിയാൻ വേദു? ഇത് മലേഷ്യയിലെ ആദ്യത്തെ ആപ്പിൾ സ്റ്റോർ ആണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നിന് മുമ്പ് ഉണ്ടെന്ന് ഡ്രൈവർ പറഞ്ഞതാ. ഇവിടുത്തെ ആദ്യത്തെ ആപ്പിൾ സ്റ്റോറാണ്. 2-3 ഫ്ലോറും കണ്ടാണ് ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ, നമ്മുടെ ബോംബെയിലൊക്കെ ഉള്ളതുപോലെ. 3-4 ഫ്ലോറും കണ്ട കേട്ടോ. കിട്ടില്ല മോള്. ഈ സെക്കൻഡ് ഫ്ലോറിലൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്. ഇൻ ദ സെൻസ് നോർമൽ ബ്രാൻഡ്സ് ലൈക്ക് നൈക്കി, അഡിഡാസ്, MLB അങ്ങനത്തെ, കോൺവേഴ്സ്, ന്യൂ ബാലൻസ്. ബ്രേക്ക് ന്യൂ ബാലൻസിൽ പോകണമെന്ന് പറഞ്ഞതായിരുന്നു ആക്ച്വലി. ഇവിടെ പിസ്സയുടെ ഒന്നുമില്ല. KFC ഒരു ജങ്ക് ഫുഡ് ഞാൻ കണ്ടില്ല കേട്ടോ. സോ ലാസ്റ്റ് പിസ്സ ബൺ പോലത്തെ കുറച്ച് വാങ്ങി. വേദന കൊതിയാവുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഉണ്ടോ നോക്കട്ടെ, യമ്മിയാണോ എന്ന്. വിശന്നിട്ട് വയ്യായിരുന്നോ മോന്? സോറി കേട്ടോ, വേറെ ഒന്നും ഇല്ലായിരുന്നു. ഇനി കഴിച്ചു നോക്ക്, യമ്മിയാണോ. പിസ്സ തന്നെയാ, സ്മോൾ പിസ്സ എന്നേ ഉള്ളൂ. ഓക്കെ, ഹാപ്പി. ഓക്കെ, നാട്ടില്
നമുക്ക് വേണ്ട ശരിക്കും ഇത്രയും ഹൈ ക്വാളിറ്റിയിലുള്ള ബേക്ക് ബൺസിന് അഫോർഡബിൾ റേറ്റ്സ് ആണ്. ഇതൊക്കെ ഒരു 5-6 ഐറ്റം ഓർഡർ ചെയ്തേ, എല്ലാം കൂടെ ഒരു 400 രൂപ 450 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ സിനബോൺ എന്ന് പറയുന്ന ഒരു ഡിസേർട്ട് സിനമൺ റോൾസ് കിട്ടുന്ന സ്ഥലമാണ്. ഇതിന് ഒരു 200 റുപ്പീസായി. എന്നാലും നോക്ക് എന്ത് സോഫ്റ്റ് ബണ്ണാന്ന് നോക്ക്. അത് വേദന്റെ ഫുഡല്ല, വേദന്റെ ഫുഡ് ഇതാ. എന്താ വേദന്റെ ഫുഡൊക്കെ എടുത്താ? ഓ താങ്ക് യു. വേദു സ്ട്രോ ഇട്ട് തന്നു നപ്പയ്ക്ക് ലൈം ജ്യൂസിൽ. താങ്ക് യു. 40 രൂപയോ 30 രൂപയോ കാണാണ്. ദ ക്വാളിറ്റി സോ ഗുഡ്. അകത്ത് പ്യുവർ സ്വീറ്റ് പൊട്ടേറ്റോ ആണ്, വെളിയിൽ ബണ്ണും. ഇതല്ല വേദുവിന്, അവന് ഓടി സ്വീറ്റ് പൊട്ടേറ്റോ തരുമെന്ന് വെച്ച്. ബൺസ് ട്രൈ ചെയ്യുക മലേഷ്യ വന്നു കഴിഞ്ഞാൽ. ലിറ്ററലി ലൈക്ക് ഈറ്റിംഗ് സ്വീറ്റ് പൊട്ടേറ്റോ. എന്നിട്ട് ബണ്ണിൻ്റെ ഔട്ട്സൈഡ് ടെക്സ്ചർ. അടുത്ത പരിപാടി ഇവിടെ കുറച്ച് നേരം കറങ്ങിയിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഔട്ട്ഡോറിൽ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അവന് പ്ലേ ഗ്രൗണ്ടിൽ പോകണമെന്ന്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഒന്ന് കറങ്ങട്ടെ, പുതിയ ഷോപ്സൊക്കെ ഒന്ന് നോക്കട്ടെ. കിട്ടില്ല മോളാണ് കേട്ടോ, നല്ല സൗകര്യമാണ്, ഭയങ്കര ഒരു ഹൈ എൻഡ് സംഭവമാണ്. പക്ഷേ ഈ സെക്കൻഡ് ഫ്ലോറിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പറ്റിയ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെളിയിൽ കൊണ്ടുപോകാം കേട്ടോ. 12 o'clock പോയാൽ മതിയോ? ഓക്കെ ബാ. ഈയനെയും കാട്ടി ചെലവാണ് വേദുവിനെയും കൊണ്ട് വെളിയിൽ വന്ന. വേദുവിന് എന്ത് വേണം എന്നാ പറഞ്ഞ ഇപ്പൊ? ഇത്രയും വാങ്ങി കഴിയുമ്പോൾ 10,000 റുപ്പീസ് ആവും. ഹാപ്പി ആവുമല്ലോ അപ്പൊ? അത് തന്നെ. എന്നിട്ട് ഡ്രസ്സിംഗ് റൂമിൽ പോയി ട്രൈ ചെയ്യണം. ഇവിടെ ട്രൈ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇവിടെ ട്രൈ ചെയ്താൽ മതി. ഇവിടെ ഇട്ടേ. എന്ത് ഇത് വേണോ? അത് ഇട്ട് നോക്കാം ആദ്യമേ. ബാ നമ്മള് ഹാപ്പി ആയോ? ഇനി അതിനാണ് ഈ പെട്ടി. ഈ പെട്ടി തുറന്നിട്ട് നമുക്ക് പെട്ടിക്കകത്ത് സാധനം വെക്കാം. അതാണ് ഗുണം, അറിയോ? മോള് എത്ര നേരമെന്നറിയാം, ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാനേ തോന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇതൊന്നും അല്ലാതെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് ഈ ഇന്റർനാഷണൽ ഫുഡ് കോർട്ട്സ്. ഇനി വെളിയിലേക്കൊന്ന് പോവാം. ഇവിടെ എന്തോ പ്ലേ ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു. ഫുഡ് പാൻഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊമാറ്റോ ഒക്കെ പോലത്തെ ആപ്പാണ്. അവിടെ ഫുഡിന്റെ എന്തോ കൗണ്ടറും ഉണ്ട്. ബാവേതു ഇറങ്ങിയ ഇതാണ് പ്രശ്നം. ചൂടെടുക്കുന്നില്ലേ? നല്ല ചൂട്. പിന്നെ കളിക്കാൻ പോകുന്നതിൻ്റെ വാ. വെള്ളത്തിൽ കളിക്കണ അമ്മയുണ്ടെങ്കിൽ ഇപ്പൊ വഴക്ക് കിട്ടിയേനെ. വെള്ളത്തിൽ കളി നമുക്ക് വേറെ ഡ്രസ്സ്. നമ്മള് മറ്റേ ഇപ്പം ജാക്കറ്റും ബ്ലാക്ക് പാൻസും വാങ്ങിയില്ലേ? അപ്പൊ അത് വെച്ച് ഡ്രസ്സ് മാറിയാലോ. ഇത് കളിക്കണോ? എന്നാ പോ, കളിച്ചോ. ഷൂസൊക്കെ ഊരിയിട്ട് പോ. ഷൂസ് സോക്സും. ഓ യെസ്, അമ്മ ഇല്ലാത്തോണ്ട് നമ്മൾ അടിച്ച് പൊളിക്കുകയാണ് അല്ലേ? ഈ ഫുൾ പ്ലേ ഏരിയ ഉണ്ടല്ലോ, ഫ്രീ ആണ്. ഒന്നിനും റെഡില് ഒന്നിനും ചാർജ് ഇല്ല. ഇവിടെ ഫൗണ്ടൻ ഏരിയ ഉണ്ട്. പണ്ട് വേദു കളിച്ച് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ എവിടെ വെച്ചാന്ന് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട്, ലോങ് ഹെയർ ഒക്കെ വെച്ച് വേദുവിന്. അപ്പോൾ വേദുവിനെ നേരെ ഈ പ്ലേ ഏരിയ കയറ്റാമെന്ന് വിചാരിച്ചു. നനഞ്ഞോട്ടെ. ഞാൻ ഇപ്പോൾ പുതിയ ഡ്രസ്സ് ഭാഗ്യത്തിന് വാങ്ങിയായിരുന്നല്ലോ. പിന്നെ തോർത്തൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്നേ. എവിടെ ആള്? റെഡ് സ്ലൈഡ്. ഇപ്പോൾ റെഡ് സ്ലൈഡ് പോ ഇപ്പൊ പോന്ന കാണാം. ഞാൻ ഭയങ്കര ഹാപ്പി. അല്ലെങ്കിൽ സത്യം പറഞ്ഞല്ലോ എപ്പോഴും ഫസി, അവന് ഫോണിലിരിക്കണം, വാശി പിടിക്കും. ഇന്ന് ഒരു കുഴപ്പമില്ല. ഇനി അപ്പൻ്റെ കൂടെ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, ഒരു ബുദ്ധിമുട്ടില്ല. കറക്റ്റായിട്ട് കഴിച്ചു. പിന്നെ പെട്ടിയിൽ കുറേ നേരം എൻ്റെ കൂടെ ഷോപ്പിങ്ങിനൊക്കെ നടന്നി. ഇനിയിപ്പോൾ ഇതേ പ്ലേ ഏരിയ പോയി ഹാപ്പിയായി ആള് വെള്ളത്തിൽ കളിച്ച് തിരിച്ച് ഞങ്ങൾ റൂമിലേക്ക് പോകും. ഇനി ടവലൊന്നുമില്ല. ഞാൻ വിചാരിച്ചു ബാത്റൂമിലെ മറ്റേ ഹാൻഡ് ഡ്രയർ വെച്ച് തല ട്രൈ ചെയ്യാമെന്ന്. ഭാഗ്യത്തിന് ഡ്രസ്സ് 2 വാങ്ങിയിട്ടുണ്ട്, ഒരു ജാക്കറ്റ് ഒരു പാൻറ്റും. അപ്പോൾ ആ ജാക്കറ്റും പാൻറ്റും ഇടാം. ഇത് മിക്കവാറും നനഞ്ഞ് കുളിച്ച് കുട്ടികളെല്ലാവരും ഒരു കുട്ടി റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ട് വരുന്നത്. നമ്മുടെ ലുലു മോളിലോ ഫോറം മോളിലൊക്കെ ഇത് ശരിക്കും ഇതുപോലത്തെ ഒരു പ്ലേ ഏരിയ ഫ്രീ ആയിട്ട് കൊടുക്കണ്ടല്ലേ കുട്ടികൾക്ക്. ഇതെന്തായാലും ഒരിക്കലും മറക്കില്ല കേട്ടാ. ഇവിടെ ഇങ്ങനെ വന്ന് കളിച്ചൊന്നും എന്തായാലും മറക്കില്ല കേട്ടോ. ഇവിടത്തെ ഈ എൻജോയ് ചെയ്ത് അവൻ ഓർക്കും. അപ്പം അന്ന് മലേഷ്യ പോയപ്പോൾ അപ്പനെ കൊണ്ടുപോയല്ലേ, ഇനിയും പോകാമെന്ന് പറയും. പോകുന്നുണ്ട്. ഇതിൻ്റെ കോലം നോക്കിക്ക്. ഇതെങ്ങനെ ഉണക്കിയെടുക്കും ഞാൻ ഇവനെ. ഇനി എങ്ങനെ ഉണക്കും ഞാൻ? ആ കൈ ഡ്രൈ ചെയ്യുന്നതിൻ്റെ അടിയിൽ പോയി നിൽക്കുക. ഇങ്ങനെ മാത്രമേ ഡ്രൈ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒരു നിവർത്തിയില്ല. വേദം എനിക്ക് വേദന ഇവിടെ വിട്ടിട്ട് പോയി ടവൽ വാങ്ങാനൊന്നും ധൈര്യവും ഇല്ല ഒറ്റയ്ക്ക്. കേട്ടാ വേദുവിനെ ഫുൾ സെറ്റാക്കി തിരിച്ച് പെട്ടിയിലിരുത്തി. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യണ്ടേ? എന്താ നെക്സ്റ്റ് ചെയ്യണ്ടേ? ടീഷർട്ട് അല്ല,
ഫുഡ് എന്താ വേണമെന്ന് പറഞ്ഞില്ലേ? ടീഷർട്ട് വാങ്ങണോ? ടീഷർട്ട് വാങ്ങിയിട്ട് പിന്നെ എന്തൊക്കെ വേദം ചെയ്തു. ഓ വലിയ ജാടാവാൻ. ഓ പിന്നെ ഹാപ്പി ആയാ? ഞമ്മാരും ഇതൊന്നും പറഞ്ഞു കൊടുക്കണ്ട. വ്ളോഗ് കാണുമ്പോ നാട്ടിൽ പോകുമ്പോൾ കാണുമ്പോ മനസ്സിലായാൽ മതി. ഓക്കെ. തിരിച്ച് ഞങ്ങൾ മെട്രോ വഴിയാണ് വന്നത്. ഒരു 20 മിനിറ്റ് ടാക്സിക്ക് വെയിറ്റ് ചെയ്തിട്ട് ഭയങ്കര ബ്ലോക്ക്. മെട്രോ നമുക്ക് നേരെ നമ്മുടെ മോളിലേക്ക് എത്തും. ഞങ്ങൾ താമസിക്കുന്ന സൺവേ വിലോസിറ്റി മോളിൻ്റെ അതിൻ്റെ മുകളിലുള്ള ഒരു സൺവേ വിലോസിറ്റി അപ്പാർട്ട്മെൻറ്റ്സ് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ മെട്രോ പിടിച്ച് വന്നു. പക്ഷേ ഈ സാധനം പെട്ടി ഉള്ളതുകൊണ്ടുണ്ടല്ലോ ഭയങ്കരമായിട്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇത്രയും ദൂരമൊക്കെ എങ്ങനെ കുറച്ചൊക്കെ നടക്കും. ഇന്നിപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ നമുക്ക് നമ്മുടെ ആപ്പിൽ കൂടെ അറിയാം പെട്ടിയിൽ എത്ര കിലോമീറ്റർ ഒരു ദിവസം ഉപയോഗിച്ചു വന്നു. ഇന്ന് ഞങ്ങൾ 5.5 കിലോമീറ്റേഴ്സും കണ്ടായി. ഞാൻ സ്ക്രീൻഷോട്ട് ഇടാം. അത്രയൊന്നും ഒരിക്കലും ഒരു കുട്ടിക്ക് നടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പെട്ടിയുള്ളത് അടിപൊളി. സാർ പ്ലീസ് ഗോ, പ്ലീസ് ഗോ. ഇനി ഇതിന് സ്വിമ്മിംഗ് പൂളിൽ ചിലപ്പോൾ പോകാൻ പറ്റില്ല കേട്ടോ, ലേറ്റായി. ഇവിടെ സൺസെറ്റ് ഭയങ്കര ലേറ്റായി, ലേറ്റ് ആണ്. ഇപ്പോൾ സമയം ഇത് കണ്ടോ 7:15 ആയി. എന്നിട്ടും വെളിച്ചമുണ്ട്, നല്ല വെളിച്ചമുണ്ട്. കുറേ നേരം വേദനയുടെ കളിച്ചിട്ട് ഇനി സ്വിമ്മിങ്ങിന് പോകണം എന്ന് പറഞ്ഞാൽ എന്നെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുക. ഇവരുടെ കൂടെ പോകണമെങ്കിലാണ് നമുക്കൊരു ഈ കുട്ടികളോട് ശരിക്കും നമുക്കൊരു നല്ല ഫിറ്റ്നസ് ലെവലിൽ എങ്കിലുണ്ടല്ലോ ഭയങ്കര പാടാണ്. വേറെ എന്തുണ്ടെങ്കിലും ഇവരുടെ കണ്ടിന്യൂസ് ആയിട്ട് എൻജോയ് ചെയ്യണ്ട. അതാ പറഞ്ഞേ, രാവിലെ തുടങ്ങിയതാണ്, എന്തൊക്കെ ചെയ്തു. ഏത് സുഖമായിട്ട് പെട്ടിയിലിരുന്ന് നടന്നു. അപ്പോഴാണ് ഈ 6 കിലോമീറ്റർ നടന്നത്. നല്ല ഫെസിലിറ്റീസ് കേട്ടോ. ഇതിന്റെ മുകളിൽ അത് ജിമ്മാണ്, അടിയിലെ ലൗഞ്ച് ഏരിയ, ഇപ്പുറത്തെ ഒരു പ്ലേ ഗ്രൗണ്ട് പോലത്തെ സംഭവങ്ങളൊക്കെ. തൊട്ട സൈഡിൽ മോള്. നമ്മൾ പോകുന്നത് സ്വിമ്മിംഗ് പൂളിലേക്ക്. സ്വിമ്മിംഗ് പൂളിലേക്ക് പോകുന്ന വഴിയൊക്കെ ഇതുപോലെ ഷെയ്ഡഡ് ആയിട്ട് അവർ വെച്ചിരിക്കുന്നത്, ഇൻ കേസ് ദർ ഇസ് റെയിൻ ഓർ സംതിങ്. ഇതാണ് ലൗഞ്ച്. ഇത് വലിയ പൂളാണ്, നല്ല വലിയ പൂളാണ്. എല്ലാ അപ്പാർട്ട്മെന്റിനും വ്യൂ ഉണ്ട്. മുകളിൽ എല്ലാവരും മരണ ഓട്ടമാണ് ജിമ്മിൽ. വേദു ഇത് കഴിഞ്ഞെങ്കിലും പോയി റെസ്റ്റ് ചെയ്യണം കേട്ടല്ലോ. ഓഫ് ഗൈസ്, അപ്പോൾ ഇന്നൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വ്ളോഗായിരുന്നു. മലേഷ്യ വന്നിട്ട് ആദ്യമായിട്ട് ഒരു ട്രിപ്പിന് പോയിട്ട് നമ്മൾ വ്ളോഗിങ്ങിന് വേണ്ടി അല്ലാതെ ഒരു വ്ളോഗ് എടുക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി ഗൈസ് എൻജോയ് ദിസ് ഫാദർ ആൻഡ് സൺ വ്ളോഗ്. ഇനി പിന്നെ ഇവിടുന്ന് ഇറക്കാനുള്ള ബുദ്ധിമുട്ടാണ്. സോ എന്തായാലും നാളെ വേറൊരു അടിപൊളി വ്ളോഗായിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, ബൈ ബൈ. ഫുൾ സ്പീഡിൽ സ്വിം ചെയ്തോ.